വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത 17 കയ്പമംഗലം 12 മീൻ കയറ്റി വന്ന ലോറി 3 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഒരു ബൈക്കും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ബൈക്ക് യു ടേൺ എടുക്കുന്നതിനിടെ പുറകിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് പിന്നിൽ അമിത വേഗത്തിലെത്തിയ മീൻ കയറ്റിയ വണ്ടി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആലുവ സ്വദേശി ജിനേഷിന്റെ കാർ റോഡരികിലെ മരത്തിൽ ഇടിച്ചു നിന്നു. അപകടം നടന്ന ഉടൻ മീൻ വണ്ടിയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഹൈവേ പോലീസും എക്സ് പ്രവർത്തകരും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. എക്സ് കാക്കാതുരുത്തി പള്ളിവളവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA നിർവഹിച്ചു. അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും മറ്റിതര സേവന പ്രവർത്തനങ്ങളെല്ലാം എക്സിന്റെ ഒരുപാട് വളണ്ടിയർ പ്രവർത്തകന്മാർ ചെറുപ്പക്കാരെ നമ്മുടെ പ്രദേശത്ത് സജീവമായി രംഗത്തുണ്ട്. ഇവിടെയും ഒരു യൂണിറ്റ് എക്സിന്റെ പള്ളിവളവ് യൂണിറ്റ് ഇന്ന് ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് രോഗനിർണയം നടത്താൻ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പല കാരണങ്ങളാൽ അവര് ഒരു ടെസ്റ്റുകളോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ അവർ പറയാം അത് കുഴപ്പമില്ല എന്ന് പറയും. അതങ്ങനെ നമ്മളെപ്പോഴേലും മരിക്കണ്ടേ എന്നുള്ള ഫിലോസഫി ഒക്കെ പറഞ്ഞുകൊണ്ട് അവര് ഇത് ചെയ്യാൻ ചെയ്യും. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ആശുപത്രിയിൽ പോകുമ്പോഴാണ് അറിയുക. നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റാമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷത വഹിച്ചു. മതിലകം പോലീസ് സബ് ഇൻസ്പെക്ടർ MK രമേശ് മുഖ്യാതിഥിയായി. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിലെ ഡോക്ടർ മെജോ ആന്റണി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KS ഹാരിസ്, PK സിദ്ദിഖ്, KK നാസർ, KK ശേഖരൻ, അക്ബർ അലി എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ സൗജന്യ കിഡ്നി, BP, കൊളസ്ട്രോൾ, ഷുഗർ നിർണയ ക്യാമ്പും നടത്തി. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഗീയ വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. കൊപ്പറക്കളം സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ K രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ പാവപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കിവിടെ മുസ്ലിം ജനവിഭാഗങ്ങൾ നമ്മുടെ ശത്രുക്കൾ, ഒരു കാരണവശാലും മുസ്ലിം അവർക്ക് യാതൊരു ശത്രുതയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ അവരെ പറഞ്ഞു ധരിപ്പിച്ചത് മുസ്ലിങ്ങൾ ഇവിടെ നാട്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി മെച്ചപ്പെടും എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ പാവപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവസാനം ഇതിന് തയ്യാറാകാത്ത കുറേ ആളുകളുണ്ടായി. ആ തയ്യാറാകാത്ത ആളുകളെ അവിടുത്തെ ഹിന്ദു വർഗീയവാദികളുടെ ഗുണ്ടകൾ ഭീകരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭീകരമായി മർദ്ദിച്ചവരുടെ അങ്ങനെ അവസരമാക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. പരാതി കൊടുക്കുന്ന ആര് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്ന്, അതായത് ഹിന്ദു വർഗീയവാദികളുടെ നേതാക്കളാണ് അവരെ മർദ്ദിച്ച് അവരെ അവസരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹിന്ദു വർഗീയവാദികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ മുസ്ലിം കലാപകാരികൾ അല്ലെങ്കിൽ മുസ്ലിം ഈ അയൽവക്കത്തുള്ള ഇന്നലെ വരെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ആളുകൾ ഞങ്ങളെ മർദ്ദിച്ചാണ് ഞങ്ങളുടെ മൂക്ക് പോയത് അല്ലെങ്കിൽ പല്ല് പോയത് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ പറയുന്നു. DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് NR ഖാൻ ജൂലിയറ്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ, PM അഹമ്മദ്, അഡ്വക്കേറ്റ് KA വേണുഗോപാൽ, പ്രൊഫസർ KU അരുണൻ, PA സഗീർ, AJ ജമേസൺ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന EK കൊച്ചുണ്ണിയെ പുതിയകാവിൽ അനുസ്മരിച്ചു. പുതിയകാവ് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PV അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. സയൻസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ EM ബദറുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു. PM മുഹമ്മദ്, E ജിനൻ, PM അലി, ആൻഡോ വർഗീസ്, ആസ്പിൻ അഷ്റഫ്, ഹംസ കാക്കശ്ശേരി, ബർക്കത്തലി റഹ്മാൻ, ഡോക്ടർ UM മുസ്തഫ കമാൽ, മുത്തുക്കോയ തങ്ങൾ, ഹബീബ് MN എന്നിവർ സംസാരിച്ചു. പുരാതനമായ കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് പള്ളിയിൽ വീണ്ടും കവർച്ച. 6 മാസത്തിനുള്ളിൽ 3ാം തവണയാണ് മോഷണം. 1.5 മാസം മുമ്പ് തകർത്ത നേർച്ചപ്പെട്ടി പുതുക്കി പണിതാണ് ഇപ്പോൾ വീണ്ടും മോഷ്ടാക്കൾ തകർത്തത്. കൊടുങ്ങല്ലൂരിലെ പുരാതനമായ സെന്റ് തോമസ് പള്ളിയിലെ അടുത്തിടെ പുതുക്കി പണിത 2 നേർച്ചപ്പെട്ടികളിലെ പണമാണ് മോഷ്ടാക്കൾ കവർന്നത്. മതിൽ ചാടിക്കടന്ന് പള്ളിയിലെ കോൺക്രീറ്റ് മെറ്റൽ ഇളക്കി മാറ്റിയാണ് ഇക്കുറി മോഷ്ടാവ് അകത്ത് കടന്നത്. കൊടുങ്ങല്ലൂർ SI PK പത്മരാജനും സംഘവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെ പിടികൂടാനാകാത്ത പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ സെന്റ് തോമസ് പള്ളി ജാഗ്രതാ സമിതി രംഗത്തെത്തിയിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ മോഷണം നടത്തുന്നവരെക്കുറിച്ച് അന്വേഷിക്കുന്ന സംഘം ഈ കേസും ഏറ്റെടുക്കണമെന്നും പോലീസ് അലംഭാവം വെടിഞ്ഞ് പുരാതനമായ ഈ ആരാധനാലയത്തെ സംരക്ഷിക്കണമെന്നും പള്ളി വികാരി ഫാദർ ആന്റണി ചെട്ടിവേരിക്കകത്ത്, TP സ്റ്റാൻലി, PR ബാബു, KA ഗബ്രിയൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. തൃപ്പയാർ ശ്രീവിലാസ് UP സ്കൂളിൽ
നടക്കുന്ന ത്രിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ശനിയാഴ്ച പാമ്പുകൾ സുഹൃത്തുക്കൾ എന്ന വിഷയത്തിൽ സേവ്യർ ഏൽത്തുരുത്ത് ക്ലാസ് എടുത്തു. പാമ്പുകടിയേറ്റാൽ പ്രാഥമികമായി ചെയ്യേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വിശദീകരണം നൽകി. വിവിധയിനം പാമ്പുകളായ അണലി, ശംഖുവരയൻ, മൂർഖൻ, മലമ്പാമ്പ് എന്നിവയെക്കുറിച്ചാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. തല ചെറുത്, സെൻട്രൽ ഭാഗം വലുപ്പം കൂടും, വാല് ഉരുണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ വെൻട്രല്. അതായത് സൗണ്ട് സിസ്റ്റം ഇതിലാണ് കാച്ച് ചെയ്യുക. ആഡിയലിലും ഈ സ്കെയിൽ കൂടെ സൗണ്ട് സിസ്റ്റം കാച്ച് ചെയ്യും. ഇതാണ് യൂറിന് മലം ഇതിലെയാണ് കടിക്കട്ടോ, കടിച്ച ആശുപത്രി പോകണ്ടാവും. അതോ വാലുമെന്ന് പിടിച്ചാൽ ധൈര്യമായിട്ട് പിടിച്ച പതുക്കെ ചേട്ടൻ തലയിലോ കണ്ട കണ്ടില്ലേ. ഇനി ആ കൈയോട് കൂടെ കണ്ട ഇത് ഭയങ്കര മൊരുമൊരുപ്പാണ്. കണ്ട മോൾ ഭാഗം അടി വളരെ സ്മൂത്താണ്. ഓക്കെ, ക്ലിയർ ആണ്, തൊട്ടറിയാം. ഇതാണ് നമ്മുടെ റോക്ക് പൈത്തൻ, മലമ്പാമ്പ് അല്ലെങ്കിൽ പെരുമ്പാമ്പ്. ഇതിനുള്ള പ്രത്യേകത തല കഴിഞ്ഞ് ഈ ഭാഗമാണ് മസിൽ. അപ്പൊ നമ്മൾ ആരെങ്കിലും അറിയാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ബോഡിയുമേ ചിറ്റി ചെയ്യുക. ചിറ്റി കഴിഞ്ഞാൽ വെയിൻ ബ്ലോക്ക് ചെയ്യുക, അല്ലാണ്ട് കൈയും കാലും ഒടിയല്ല ചെയ്യുക. അങ്ങനെ നമ്മൾ പേടിച്ച് അതിൻ്റെ കൂടെ ഇതിൻ്റെ കടി കിട്ടും. കടി എന്ന് പറഞ്ഞാൽ 3 ലെയർ പല്ലാണ്, അടിപ്പല്ല്, മേൽപ്പല്ല്, അണ്ണാക്ക്. അപ്പൊ ഒരു കടി കിട്ടി കഴിഞ്ഞാൽ മസിലും വെയിനും കട്ടാവും. ഇതിന്റെ നാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് 2 പാളിയാണ്. പിന്നെ ഇതിന് കണ്ണും മൂക്കിന്റെ ഇടയിൽ ഒരു സെൻസ് പിറ്റുണ്ട്, ദ്വാരം. ടെമ്പറേച്ചർ ഉൾക്കൊള്ളാൻ കഴിവുള്ളതല്ലേ അടിയിലത്തെ. ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA ജില്ലാ സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. 1973 ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിലെ അധ്യാപകനും ജീവനക്കാരനും ഏറ്റവും വലിയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായ ഒരു കാലം. അന്ന് NGOമാര് 54 ദിവസവും അധ്യാപകര് 46 ദിവസവും പണിമുടക്കിയ ഒരു കാലം. ഇതിനായിരുന്നു 73-ലെ 5 വർഷത്തെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ സമരം. ആ സമരം ഓർമ്മിക്കുന്നത് അത് 54 ദിവസവും 48 ദിവസവും പണിമുടക്കി എന്നതുകൊണ്ടല്ല, ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നോ ജോബ് നോ പെൻഷൻ, ജോലി ഇല്ലെങ്കിൽ നോ സാലറി, നോ പേ. ഉപജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MD സന്തോഷ് അധ്യക്ഷനായിരുന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം V കല ഉപഹാര സമർപ്പണം നടത്തി. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KTD കിരൺ, TN അജയകുമാർ, TR ശശികല, PS അജിത, ബിനോയ് T മോഹൻ, NK സുരേഷ് കുമാർ, MD ജോസ് എന്നിവർ സംസാരിച്ചു. ചാമക്കാല സെന്റർ തവക്കൽ റിലീഫ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS അനിൽകുമാർ MLA നിർവഹിച്ചു. സമൂഹത്തിൽ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനവും, ഏറ്റവും വലിയ മതപ്രവർത്തനവും, ഏറ്റവും വലിയ ദൈവിക പ്രവർത്തനവും അതുതന്നെയാണ്. നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏതൊരു കൂട്ടായ്മയെയും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനും മതവിശ്വാസങ്ങൾക്കും അതീതമായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ആ നിലയിലാണ് തവക്കൽ റിലീഫ് സൊസൈറ്റിയെ ഞാൻ കാണുന്നത്. ഈ സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെല്ലാവരും ചേർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നിർധനരായ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. ധനവാനാണെങ്കിലും നിർധനാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അവൻ രോഗാവസ്ഥയിലാവുമ്പോഴാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കേണ്ട സന്ദർഭം അവൻ രോഗാവസ്ഥയിലിരിക്കുമ്പോഴാണ്. അത് സാമ്പത്തികമായിട്ടായിരിക്കാം, അവന് ആശ്വാസവാക്കുകൾ കൊണ്ടാകാം, അവനെ ശരിയായ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടാകാം. ഏത് രൂപത്തിലാണെങ്കിലും നാം ഒരാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭം ഏറ്റവും നല്ലത്. തവക്കൽ രക്ഷാധികാരി PA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PK ഹംസ, MCK ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, AC അബ്ദുൽ അസീസ്, MM നൌഷാദ്, താജുദ്ദീൻ നിസാമി, MU ജലീൽ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഷാഫി MA കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി. ഇനി ചരമ വാർത്ത. കാട്ടൂർ അൽബാബ് സ്കൂളിന് സമീപം വേമ്പനാട് മുഹമ്മദിന്റെ മകൻ ഇബ്രാഹിം സൗദിയിലെ ദമാമിൽ നിര്യാതനായി. 57 വയസ്സായിരുന്നു. ഖബറടക്കം ഞായറാഴ്ച രാവിലെ 10-ന് കാട്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ജാസ്മിനാണ് ഭാര്യ. ഫാത്തിമ, സുഹറ, ഫാരിസ, നിയാസ്, നിഷാദ്, മനാഫ് എന്നിവർ മക്കളാണ്.
ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മേഖലയിൽ ലോക വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ചാലക്കുടി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ചലച്ചിത്രതാരം ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. ദേശീയപാത 17 കയ്പമംഗലത്ത് വാഹനാപകടം, 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.